ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നല്ലൊരു ബീട്രൂട്ട് തോരനാണ്. അപ്പം നമുക്ക് നോക്കിയാൽ ബീട്രൂട്ട് തോരൻ ഞാൻ അതിനകത്ത് ബീട്രൂട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിരുന്നത്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം, പിന്നെ കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രേറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതാണ് ഈ ബീട്രൂട്ട് ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. നല്ലതാണ് ഈ ബീട്രൂട്ട് തോരന്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് തീ ഒത്തിരി കൂട്ടി വയ്ക്കാതെ എന്താ പറയുക ഒരു പകുതി ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ സമയത്ത് ഇത് അടച്ച് വെച്ചില്ല. അടച്ച് വെക്കാതെ തുറന്നാണ് ഞാനിത് വേവിച്ചത്. കാരണം ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാലും മതി. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് പെട്ടെന്ന് വേവുന്നതല്ലേ. ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനങ്ങളാണേ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബീട്രൂട്ട് തോരനാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ കഴിക്കാൻ നല്ലൊരു തോരൻ കറിയാണ് ബീട്രൂട്ട് തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു എന്താ പറയുക ഒരു 10-15 മിനിറ്റ് എടുത്തുള്ളൂ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്